മക്കളെ, നിയാവിസാണ്. നമ്മൾ ഇന്ന് നമ്മുടെ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതാണ് ആ ചോദ്യം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? എക്കണോമിക്സിനെ പറ്റിയാണ്. എക്കണോമിക്സിൽ നിങ്ങൾക്കറിയാം +1 2 ടെക്സ്റ്റ് ബുക്ക് ആണ്, രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സും. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ എക്സാമിന് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, റൈറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വൈ ഡു വി ഹാവ് ടു സ്റ്റഡി, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നീഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൻ്റെയൊക്കെ ഒറ്റ ഉത്തരം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക് പ്രോബ്ലംസ്. പലതരത്തിലുള്ള എക്കണോമിക് പ്രോബ്ലത്തിനെ മനസ്സിലാക്കാൻ, എക്കണോമിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്യാൻ, ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇമ്പോർട്ടൻസ് ആണ് എക്സാക്ട് എക്കണോമിക് ഫാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുക ഒരു അപകടം നടന്നുള്ളത്. ആ അപകടത്തിൽ ചിലപ്പോൾ 200ഓളം അല്ലെങ്കിൽ 300ഓളം പേർ മരിച്ചു എന്ന് പറയാതെ 291 പേർ മരിച്ചു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. ഇനി വലിയ ഡേറ്റേനെ, അതായത് വലിയ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു? ചെറിയ ഡേറ്റ ആയിട്ട്, ചെറിയ ന്യൂമറിക്കൽ ഡേറ്റ ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ചെറുതാക്കാൻ വേണ്ടിയിട്ടും ആര് ഹെൽപ്പ് ചെയ്യുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹെൽപ്പ് ടു ഫൈൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. നമുക്കറിയാം എന്താ വേരിയബിൾസ് എന്നുള്ളത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം എക്സ്പെൻഡിച്ചറും ആ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കൂടി ആര് സഹായിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നു. ഇനി ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രഡിക്ഷൻസ്. എന്താണ് പ്രഡിക്ഷൻ? പ്രവചിക്കാൻ. അതായത് നമ്മുടെ എക്കോണമിയിൽ മുന്നോട്ട് വരുന്ന 5 വർഷങ്ങളിൽ 10 വർഷങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നതൊക്കെയുള്ള പ്രഡിക്ഷൻസ് തരാൻ വേണ്ടിയിട്ടും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻസിൽ വരുന്നത്. ഇതൊക്കെ തന്നെ എഴുതുകയും വേണം. അപ്പോൾ മിസ് പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം, പക്ഷേ ആൻസർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.